ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായി ഇരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മകരവിളക്കിൻ്റെ അന്ന് കല്ലുമ്മേക്കല്ല് എന്ന് പറയുന്നൊരു സ്ഥലം കാണാൻ പോയ ഒരു കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളുമാണ്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ നോക്കാം. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ കല്ലുമ്മേക്കല്ലെന്ന് പറയുന്ന സ്ഥലം. നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇത്രയും നാളും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഈ കല്ലുമ്മേക്കല്ലിനെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ട്, എങ്കിലും നമ്മൾ ഈ സ്ഥലം കാണാനായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു റീല് കണ്ടാണ് ഈ കല്ലുമ്മേക്കല്ല് കാണണമെന്നും ഇവിടെ വരണമെന്നും ഒക്കെ ഒരു ആഗ്രഹം തോന്നിയത്. കല്ലുമ്മേക്കല്ല് അമ്പലത്തിൻ്റെ തൊട്ട് മുകൾ വശത്തായിട്ടാണ് കേട്ടോ ഈ കല്ലുമ്മേക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്ന് നിന്നാൽ നല്ല വ്യൂ ആണ്. നമ്മൾ ഏകദേശം രാമക്കൽമേടിൻ്റെ മണ്ടവശം ചെല്ലുമ്പോൾ കിട്ടുന്ന കുറച്ച് വ്യൂ ഒക്കെ പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അവിടെ വല്ല നമ്മൾ ഈ കാണുന്നത് ഏകദേശം മുണ്ടിയരിമയുടെയും തൂക്കുപാലത്തിൻ്റെയും സെൻറ്റർ പോയിൻ്റാണ് ഈ കല്ലുമ്മേക്കല്ലെന്ന് എനിക്കിവിടെ വന്നപ്പോൾ തോന്നുന്നു. ഏകദേശം നടുവിലായിട്ട് വരും. എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുണ്ടിയരിമയും നമുക്ക് മുണ്ടിയരിമ സ്കൂള് അങ്ങനെയുള്ള എല്ലാം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. എങ്കിലും നല്ല രസമാണ് കേട്ടോ. കുറച്ച് കടലയും മിച്ചറും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. നല്ല തണുപ്പായിരുന്നു വന്ന ദിവസം. അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ സ്വെറ്ററൊക്കെ ഇടിയിച്ചിട്ടുണ്ട്, കുഞ്ഞു മക്കളെ. അപ്പം നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് കാറ്റും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടു. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലം. കൂടുതലും ഇവിടെ ഓടി നടക്കാതെ ഇരിക്കാനാണ് ഞങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഇതാ നിൽക്കുന്ന ആൻറ്റി അമ്മച്ചിയുടെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ. അമ്മച്ചിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കാണാൻ വാന്നൊക്കെ എപ്പോഴും പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പം പോകാൻ പറ്റിയിട്ടില്ലെന്ന് തന്നെ പറയണം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നപ്പോൾ ആൻറ്റീനെയും കൂടെ വിളിപ്പിച്ചതാണ്. ആൻറ്റി തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇവിടുത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ആൻറ്റിയും കയറി വന്നു കേട്ടോ. നല്ല സ്നേഹമുള്ള ഒരു ആൻറ്റിയാണ്. അമ്മച്ചിയുടെ കൂടെ പഠിച്ചതാണ്. ഇവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം. ഇവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ കാണുമ്പോൾ നമുക്കൊരു അസൂയ തോന്നും. കാരണം അതുപോലെയാണ് കേട്ടോ. അവരാദ്യമായിട്ട് കണ്ടതുപോലെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അടുത്തടുത്ത് അവർ കാണാറുള്ളതാണ്. അപ്പം ഇങ്ങോട്ടേക്ക് വിളിക്കാറുമുള്ളതാണ് കേട്ടോ. വരാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മകരവിളക്കാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചേക്കുന്ന ബോക്സാണ് കേട്ടോ. നമുക്ക് കല്ലുമ്മേക്കല്ലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ആ ഒരു ബോക്സ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ ഇന്ന്. നല്ല പാട്ടും അമ്പലത്തിൽ അവിടുത്തെ തിരക്കും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് തിരക്കാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പോയി കേട്ടോ. കാരണം നല്ല തണുപ്പായിരുന്നു. ഒരു 4 മണി കഴിഞ്ഞൊരു സമയത്താണ് ഞങ്ങൾ കയറി വന്നത്. ഒരു 5:30 5:45 ഞങ്ങൾ ഇറങ്ങിപ്പോവായിരുന്നു. കാരണം നല്ല തണുപ്പായതുകൊണ്ടാണ്. അല്ലെ കുറച്ച് നേരം കൂടെയൊക്കെ നിന്നേനെ. കുറച്ചൊക്കെ ആയിട്ട് കാലാവസ്ഥ ഹൈ റേഞ്ചിൻ്റെ വളരെ മോശമാണ് കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. രാവിലെ നല്ല മഞ്ഞുമാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ വരുന്നില്ല എന്ന് പോലും തോന്നിപ്പോവും. അതുപോലെ മൂടലുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഒക്കെ ഇരുന്നിട്ടാണ് പോയത്. കണ്ടോ നമ്മുടെ നല്ല ഭംഗിയായിട്ടാണ് ഈ കല്ലിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത്. സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. നല്ല കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിൻ്റെ മണ്ടയിൽ ഒരു കല്ല് വലുതായിട്ടിരിക്കുന്നു. അതാണ് കല്ലുമ്മേക്കല്ല് എന്ന് തന്നെ ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. നല്ല ഭയങ്കര വലിയ കല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പേടിയൊക്കെ തോന്നും ആദ്യം. പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്. കല്ലിൻ്റെ മണ്ടയിലോട്ട് നോക്കുമ്പോഴത്തേനും ഒരു ചെറിയ പേടിയൊക്കെ തോന്നും. എങ്കിലും കണ്ടോ കുഞ്ഞു കുഞ്ഞി പാറക്കെട്ടുകളും നല്ല നല്ല ഭംഗിയെന്ന് തന്നെ പറയാം. ഇവിടെ കുറച്ച് നേരം ഇത് ആസ്വദിച്ച് നിൽക്കുമ്പോഴേ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെയൊക്കെ ഇറങ്ങിപ്പോയി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞു മക്കൾ കൂടെ ഉള്ളത് കൊണ്ട് അവരും എൻ്റെ പുറകെ വരും. അതുകൊണ്ട് വാപ്പച്ചി ഒച്ച വെക്കും. ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്ന് എത്രത്തോളം ഭംഗിയിലാണ് പുറവശമൊക്കെ കാണുന്നതെന്ന് ഞാൻ അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ രാമക്കൽമേട് പോകുന്ന ഒരു ഫീലാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്ന. ഒരുപാട് ദൂരെയൊന്നുമല്ല. പല പ്രാവശ്യം പോയി ഒന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ലെന്ന് മാത്രം. കണ്ടോ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അവരിവിടെ വന്ന് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ കുറേയേറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. സന്ധ്യ സമയമായി. ഇനി അമ്പലത്തിലെ തിരക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ ആകുന്ന ഞങ്ങളോട് പറഞ്ഞു
അമ്പലത്തിൽ കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ പോകാവുന്ന നല്ല സഹകരണമുള്ള മനുഷ്യരാണ്. പിന്നെ ഈ കല്ലുമ്മേക്കല്ല് അമ്പലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നതാണെന്ന് ആൻറ്റി പറഞ്ഞു. ആൻറ്റിക്ക് ഭജനയ്ക്കൊക്കെ വരാനുള്ളതാണ് കേട്ടോ. ഞങ്ങൾ നിർബന്ധിച്ച് നിൽക്കാനായിട്ട് അവരെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തു. ഞങ്ങൾ ആരാണ്, എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ. നമ്മൾ തൊട്ടടുത്താണ് കേട്ടോ താമസിക്കുന്നതെങ്കിലും വഴിയെ രണ്ടായിട്ട് തിരിയുന്നതുകൊണ്ട് ഇവർക്ക് പലർക്കും തന്നെ കണ്ടുള്ള പരിചയമുള്ളൂ. എവിടെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നും. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി പോവാണ് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകണമെന്നൊന്നുമില്ല, പിന്നെയും കുറച്ചുകൂടെ ആ ഭാഗമൊക്കെ ഒന്ന് കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞു. മഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് പോകാനായിട്ട് ധൃതി വെച്ചതും. മഞ്ഞ് മാത്രമല്ല, ശരിക്കൊരു മൂടൽ കൂടിയുണ്ട്. നല്ല തണുപ്പാണ്. ഇത് കണ്ടോ, കാറ്റാടി പാടമൊക്കെ ഇവിടെ തൊട്ടടുത്തുണ്ട് കേട്ടോ. അപ്പുറ സൈഡാണിത്. മക്കളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹാപ്പിയാണെന്ന് തന്നെ പറയണം. കണ്ടോ, ഇച്ചപ്പനൊക്കെ ഓടി നടന്ന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇച്ചപ്പനെ ചോദിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇച്ചപ്പൻ ഇപ്പം നമ്മുടെ ക്യാമറയുടെ മുമ്പിലൊന്നും നിൽക്കുന്നില്ല, വലിയ പവറാണ് കേട്ടോ. ഞാനൊന്ന് പിടിച്ചു നിർത്തിയാൽ പോലും നിൽക്കത്തില്ലാത്തൊരവസ്ഥയാണ്. അവൻ നടക്കാനും ഓടാനും അവൻ്റേതായ തിരക്കുകളിലാണ്. നേരത്തെയൊക്കെ വീഡിയോ എടുക്കാൻ വിളിക്കുന്നത് ഹായ് ഒക്കെ തന്ന് വരുമായിരുന്നു. ഇപ്പം അവൻ അങ്ങനെയും വരുന്നില്ല കേട്ടോ. നമ്മുടെ ചേച്ചിമാരൊക്കെ സന്ധ്യ സമയമായപ്പോഴത്തേനും അമ്പലത്തിലേക്ക് വരുന്നതാണ്. അപ്പം നമ്മളിനി പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നതാണ് കേട്ടോ. അപ്പം അമ്പലത്തിൻ്റെ താഴെ കുറച്ച് ഭാഗവും കൂടെ ചുമ്മാ ഒന്ന് നടക്കാമെന്ന് പറഞ്ഞാൽ അമ്മച്ചി ഇങ്ങനെ പിള്ളേരെയും കൊണ്ട് പോയതാണ്. അപ്പോൾ അമ്മച്ചിയുടെ കൂട്ടുകാരി ഇതാണ്ട് ഭജനയ്ക്കുള്ള ആളാണ് കേട്ടോ വൈകിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന് അത്യാവശ്യം ആൻറ്റി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു നല്ല ഒരു സ്പോട്ടാണ് കേട്ടോ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് കാണുക. അടിപൊളിയാണ് കല്ലുമ്മേക്കല്ല്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.